ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഗൂഗിൾ ഷീറ്റ്സിൽ. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ടൂൾ ഉപയോഗിക്കാം, യുണീക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കാം, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ്സിനെ കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു ടെക്നിക്കാണ്. അത്തരം ചില ടെക്നിക്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ഗൂഗിൾ ഷീറ്റ്സിൽ ഡ്യൂപ്ലിക്കേറ്റ്സിനെ കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യാനുള്ള 4 ടെക്നിക്സാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്ത്യയിലെ ചില നഗരങ്ങളുടെ പേരുകളാണ് ഈ ലിസ്റ്റിൽ കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൽ ചില പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പേരുകളെ, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സിനെ എങ്ങനെയാണ് കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ സെല്ലിൽ ഞാനൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ കൗണ്ട് ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ട് ഇഫ് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇനി ഈ സെൽ റെഫറൻസുകളെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. F4 നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടത് കാണാം. അതായത് സെൽ റെഫറൻസുകൾ അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയൻ, പേരുകൾ കൊടുത്തിട്ടുള്ള ആദ്യത്തെ സെൽ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, ഫോർമുല 3 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. തൊട്ടിപ്പുറത്തെ സെല്ലിലുള്ള പേര് ഈ ലിസ്റ്റിൽ 3 തവണ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ വാല്യൂ സൂചിപ്പിക്കുന്നത്. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെയുള്ള ഓരോ പേരും ഈ ലിസ്റ്റിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ കൗണ്ടാണ് തൊട്ടടുത്ത സെല്ലിലുള്ളത്. ഇനി ഈ ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 1, എൻ്റർ. നോക്കുക, 3 എന്ന കൗണ്ട് പോയിട്ട് ട്രൂ എന്ന വാല്യൂ ആണ് ഫോർമുല റിട്ടേൺ ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തെ സെല്ലിലുള്ള പേര് 1ൽ കൂടുതൽ തവണ ഈ ലിസ്റ്റിൽ വരുമ്പോഴാണ് ഫോർമുല ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുക. ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ഓരോ പേരിന് നേരെ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന വാല്യൂ വന്നിരിക്കുന്ന കാണാം. 1ൽ കൂടുതൽ തവണ വന്നിട്ടുള്ള പേരുകൾക്ക് നേരെ ട്രൂ എന്നും ഒരൊറ്റ തവണ മാത്രം വരുന്ന പേരുകൾക്ക് നേരെ ഫോൾസ് എന്നും വന്നിരിക്കുന്ന കാണാം. ഇങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫോർമുലയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഫോർമുല ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, എസ്കേപ്പ്. ഇനി പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. നോക്കുക, വലതുവശത്ത് കണ്ടീഷണൽ ഫോർമാറ്റ് റൂൾസ് എന്നൊരു ഡയലോഗ് ബോക്സ് വന്നാൽ കാണാം. അപ്ലൈ ടു റേഞ്ച്. ഏത് സെല്ലുകളിലാണോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റൂൾസ് അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലുകളുടെ അഡ്രസ്സാണ് ഈ കാണുന്നത്. B4, B15. അടുത്തത് ഫോർമാറ്റ് റൂൾസ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം ഫോർമുലൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഈ കാണുന്ന ഇൻപുട്ട് ബോക്സിൽ നമ്മൾ കോപ്പി ചെയ്ത ഫോർമുല പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. നോക്കുക, ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഡ്യൂപ്ലിക്കേറ്റ്സിനെ ബോൾഡ് ഫോർമാറ്റിലാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെങ്കിൽ ബോൾഡ്, അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ. ഇനി ഫോർമാറ്റ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺസിൽ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ്സിനെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനുവേണ്ടി ഫിൽ കളർ, ഇവിടെ നിന്ന് ലൈറ്റ് ബ്ലൂ സെലക്ട് ചെയ്യുന്നു. ഡൺ. അതായത് ഈ ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഡൽഹിക്ക് പകരം ഇവിടെ കൊച്ചി എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോക്കുക, കൊച്ചി എന്ന പേരുള്ള 2 സെല്ലുകളും ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി 1ൽ കൂടുതൽ കോളങ്ങളിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കാം. ജേക്ക്, റോസ, ആമി എന്നിവർ ചേർന്നിട്ട് ഒരു പിക്നിക്ക് പ്ലാൻ ചെയ്തു. ഇനി ഈ പിക്നിക്കിലേക്ക് ഇവർ 3 പേരും കൊണ്ടുവരുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇതിൽ ചില ഐറ്റംസ് 1ൽ കൂടുതൽ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അത്തരം ഐറ്റംസ്, അതായത് ഈ ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെയാണ് കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ കൗണ്ട് എഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. F4, കോമ, ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകളിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 1, എൻ്റർ. ഇനി ഫോർമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. എസ്കേപ്പ്. ഇനി ഫോർമുലയുടെ ആവശ്യം നമുക്കില്ല. ഡിലീറ്റ്. ഇനി ഐറ്റംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, കസ്റ്റം ഫോർമുല ഈസ്, കോപ്പി ചെയ്ത ഫോർമുലയുടെ പേസ്റ്റ് ചെയ്യുക.
റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഡ്യൂപ്ലിക്കേറ്റ്സിനെ ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് റെഡ്, ഡൺ. നോക്കുക, ഒന്നിൽ കൂടുതൽ തവണ വരുന്ന ഐറ്റംസ് ഉള്ള സെല്ലുകൾ ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഈ കാണുന്ന 2 സെല്ലുകൾ നോക്കുക. ഇവിടെ രണ്ടിടത്തും ആപ്പിൾ എന്നാണ് ഉള്ളത്. ഇതിലൊരെണ്ണം ഞാൻ ഓറഞ്ച് ആക്കുന്നു. നോക്കുക, 2 സെല്ലുകളിലെയും ലൈറ്റ് റെഡ് കളറ് പോയത് കാണാം. ഇനി കെറ്റിൽ എന്ന ഐറ്റം മറ്റൊരാളുടെ ലിസ്റ്റിൽ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. നോക്കുക, കെറ്റിൽ എന്ന ഐറ്റമുള്ള 2 സെല്ലുകളും ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. അടുത്ത ഉദാഹരണം 2022, 2020, 2018, 2016, 2014 ഈ 5 വർഷങ്ങളിൽ ഓരോന്നിലെയും ലോകത്തിൽ അതിസമ്പന്നരായിട്ടുള്ള 10 ആളുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇതിൽ ചില ആളുകൾ ഒന്നിൽ കൂടുതൽ ലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കണ്ടെത്തേണ്ടത് 5 ലിസ്റ്റിലും ഉള്ള ആളുകളെയാണ്. 5 ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരുകൾ കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ കൗണ്ട് ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ട് ഇഫ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. FO, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയൻ, പേരുകൾ കൊടുത്തിട്ടുള്ളതിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ 5 ലിസ്റ്റിലും ഇടം നേടിയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി 5 എൻ്റർ. ഇനി ഫോർമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി. ഈ ഫോർമുല ഇനി ഇവിടെ ആവശ്യമില്ല. ഡിലീറ്റ്. പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. കസ്റ്റം ഫോർമുല ഈസ്, കോപ്പി ചെയ്ത ഫോർമുല ഇവിടെ പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. സെല്ലുകളെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫിൽ കളർ ലൈറ്റ് യെല്ലോ, ഡൺ. നോക്കുക, ഇവിടെയുള്ള 5 ലിസ്റ്റിലും ഇടം നേടിയിട്ടുള്ള 3 ആളുകൾ ഇവരൊക്കെയാണ്: ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ്, ലാരി എൽസൺ. മറ്റൊരു ഉദാഹരണം, ഒരു ചോക്ലേറ്റ് കമ്പനിയുടെ സാമ്പിൾ സെയിൽസ് റെക്കോർഡ്സ് ആണ് ഈ കാണുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൽ ചില വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. ഉദാഹരണത്തിന് റെക്കോർഡ് 101, റെക്കോർഡ് 245. ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുന്ന വരികളെ, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സിനെ എങ്ങനെയാണ് കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഈക്വൽ കൗണ്ട് ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, റെക്കോർഡ്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. FO, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്രൈറ്റീരിയൻ, ഈ ടേബിളിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കുക, B4 എന്ന സെൽ റെഫറൻസിലെ B എന്ന കോളം ഇൻഡെക്സിനെ ഒരു ഡോളർ സൈൻ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 1, എൻ്റർ. ഇനി ഫോർമുല ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കോപ്പി. വീണ്ടും റെക്കോർഡ്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. കസ്റ്റം ഫോർമുല ഈസ്, കോപ്പി ചെയ്ത ഫോർമുല ഇവിടെ പേസ്റ്റ് ചെയ്യുക. ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ഡൺ. നോക്കുക, ഈ ടേബിളിൽ ഒന്നിൽ കൂടുതൽ തവണ വരുന്ന വരികൾ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഗൂഗിൾ ഷീറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സലിലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യാന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമാണ്. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.